എല്ലാവർക്കും നമസ്കാരം. ഇയാൻസി എഡ്യൂമേറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അക്കൗണ്ടൻസിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങി. അക്കൗണ്ടൻസിന്റെ 7th ചാപ്റ്റർ ഡിപ്രീസിയേഷൻ, റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ് എന്ന ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ എന്താണ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്രീസിയേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീഡ് ഫോർ ഡിക്രീസിയേഷൻ. എന്തുകൊണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നു? കൃത്യമായിട്ട് എല്ലാ വർഷവും നമ്മൾ തേയ്മാനം കണക്കാക്കേണ്ട ആവശ്യമുണ്ട്. ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റിന്റെ വില നിശ്ചയിക്കുകയും അവയുടെ വിലയ്ക്കുണ്ടായ ഇടിവ് അല്ലെങ്കിൽ തേയ്മാനം നമ്മൾ കൃത്യമായി കണക്കാക്കേണ്ട കാര്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് നീഡ് ഫോർ ഡിപ്രീസിയേഷൻ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നീഡ്, എന്തൊക്കെ ആവശ്യത്തിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. നീഡ് ഫോർ ഡിപ്രീസിയേഷൻ. അതിൽ ഒന്നാമത്തേത് മാച്ചിങ് കോസ്റ്റ് ആൻഡ് റവന്യൂ. മാച്ചിങ് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ ആണ്, മാച്ചിങ് പ്രിൻസിപ്പിൾ. എന്തായിരിക്കണം അവിടെ നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന റവന്യൂ അല്ലെങ്കിൽ ഇൻകം എപ്പോഴും എന്തിനായിരിക്കണം? അത് നേടാനെടുക്കുന്ന ചെലവിന് തുല്യമായിരിക്കണം. ആ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ പാലിക്കണം. മാച്ചിങ് കോസ്റ്റ് ആൻഡ് റവന്യൂ. മാച്ചിങ് കോസ്റ്റ് ആൻഡ് റവന്യൂ. ഒന്നാമത്തത് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. ദ അസറ്റ്സ് സച്ച് ആസ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ എക്സെട്ര ആർ യൂസ്ഡ് ഇൻ ദ ബിസിനസ് ടു ഏൺ ഇൻകം. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വരുമാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റ് എന്താ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അത് മെഷീനറി ആയിക്കോട്ടെ, പ്ലാന്റ് ആയിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, ഇവയെല്ലാം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്നത് ഫോർ വാട്ട്? ടു ഏൺ ഇൻകം. So the depreciation to such assets through wear and tear should be considered as business loss. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അസറ്റ്സ് ഉപയോഗപ്പെടുത്തുമ്പോൾ എന്താണ് സാധാരണ അവയ്ക്ക് എന്തുണ്ടാകും? തേയ്മാനം സംഭവിക്കും. അത് ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലോസ് ആണ്, ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ബിസിനസ് ലോസ് ആണ്. അപ്പൊ ആ ലോസ് അല്ലെങ്കിൽ ആ എക്സ്പെൻസ് എത്രയാണെന്ന് കൃത്യമായി കണക്കാക്കുക. ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഇടിവ്. കഴിഞ്ഞ വർഷം 50,000 രൂപ ഉണ്ടായിരുന്ന അസറ്റ് ഈ വർഷം 45,000. ദാറ്റ് മീൻസ് 5,000 രൂപ അവിടെ നമുക്ക് അവിടെ തേയ്മാനം സംഭവിച്ചു. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചെലവാണ് ഈ ഡിപ്രീസിയേഷൻ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡിപ്രീസിയേഷൻ കൃത്യമായിട്ട് കണക്കാക്കുകയും അവയെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കുകയും വേണം. Therefore, the depreciation to plant and machinery, furniture through wear and tear should be considered as business loss. Therefore, it should be charged to profit and loss account like any other business expense to arrive at the true profit or loss. ബിസിനസ് സ്ഥാപനത്തിൽ ശരിയായ ലാഭം അല്ലെങ്കിൽ ശരിയായ നഷ്ടം നമുക്ക് കൃത്യമായിട്ട് കണക്കാക്കാൻ വേണ്ടി ഈ ലോസ് അല്ലെങ്കിൽ ഈ എക്സ്പെൻസ് മറ്റ് എക്സ്പെൻസിനോട് ചേർത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇതിപ്പോ നമ്മൾ പഠിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ നമ്മൾ അടുത്തിന് പഠിക്കും. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ്സ് നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതി ആ തുക നമ്മൾ കൃത്യമായി കാണിക്കണം. എന്താണ് കാരണം? നമ്മുടെ റവന്യൂവിന് ഈക്വൽ ആക്കണം ചെലവ്. ഇപ്പൊ ഇവിടെ നമുക്ക് ആ ചെലവാണ്, കൃത്യമായിട്ട് അത് ചെലവ് നടന്നു. അഥവാ നമ്മൾ ഈ ഡിപ്രീസിയേഷൻ കണക്കാക്കിയില്ലെങ്കിൽ നമുക്ക് ലഭിച്ച ലാഭം അല്ലെങ്കിൽ നഷ്ടം ശരിയായ ട്രൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രൂ ലോസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ശരിയായ ലാഭം അല്ലെങ്കിൽ ശരിയായ നഷ്ടം നമുക്ക് കണക്കാക്കണമെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസും എവിടെ കാണിച്ചിരിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് കാണിച്ചിരിക്കണം. ഇൻകം നമ്മൾ ക്രെഡിറ്റ് സൈഡ് കാണിക്കും. അപ്പൊ എക്സ്പെൻസിന്റെ കൂടുതൽ എന്തുണ്ടാവണം? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന അസറ്റിനുണ്ടാകുന്ന തേയ്മാനവും നമ്മൾ അവിടെ കാണിച്ചിരിക്കണം. ഓക്കെ, ഇതൊരു നിയമപരമായ ഒരു കാര്യമാണ്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ റവന്യൂ കോസ്റ്റും ഈക്വൽ ആണ്, മാച്ച് ആകണമെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അസറ്റിന്റെ തേയ്മാനവും നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ശരിയായ ലാഭം ശരിയായ നഷ്ടം നമുക്ക് കണക്കാക്കാനായി സാധിക്കുള്ളൂ. രണ്ടാമത്തത് കൺസിഡറേഷൻ ഓഫ് ടാക്സ്. നമുക്ക് ടാക്സിന്റെ കാര്യം നമുക്ക് കൺസിഡർ ചെയ്യണം. എല്ലാ വർഷവും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ലഭിക്കുന്ന ലാഭത്തിന്റെ കുറച്ച് ശതമാനം എന്തായി കൊടുക്കുന്നുണ്ട്? നമ്മൾ നികുതി അടയ്ക്കുന്നുണ്ട്, ടാക്സ് ആയി അടയ്ക്കുന്നുണ്ട്. അപ്പൊ ടാക്സ് കണക്കാക്കുമ്പോൾ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ നമുക്ക് നോക്കാം. കൺസിഡറേഷൻ ഓഫ് ടാക്സ് എന്താണ് നോക്കാം. ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 1961, 1961 ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിപ്രീസിയേഷൻ ഈസ് എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ്. എന്താണ്? ടാക്സ് കണക്കാക്കുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അവയെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ചാർജ്, നമ്മൾ കൃത്യമായി ഡിപ്രീസിയേഷൻ ഇവിടെ എഴുതി തയ്യാറാക്കിയില്ല എങ്കിൽ, നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കൃത്യമായി ചാർജ് ചെയ്തില്ല എങ്കിൽ, ദ ബുക്ക് പ്രോഫിറ്റ് വിൽ ബി ഹയർ ദാൻ ദ ആക്ച്വൽ
പ്രോഫിറ്റ് വിച്ച് റിസൾട്ട്സ് ഇൻ ടു എക്സസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. എന്ത് സംഭവിക്കുന്നു? കൃത്യമായി നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തില്ല എങ്കിൽ ഇവിടുത്തെ ലാഭത്തിന്റെ അളവ് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇപ്പൊ നമുക്കിവിടെ കുറെ ഇൻകം ഉണ്ടായി, 2500 ഒരു 25,000 രൂപയുടെ ഇൻകം ഉണ്ടായി. ഇവിടെ നമുക്ക് കുറെ ചെലവുണ്ടായി. നിങ്ങൾക്ക് ചെലവ് നമുക്ക് ഫോർ എക്സാമ്പിൾ 5,000 രൂപയാണെന്ന് വെച്ചോളൂ. ബാക്കി നമുക്ക് വരുമാനത്തിൽ നിന്ന് ചെലവ് കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ളതാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടുക? അപ്പോ 20,000. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 20,000 ലാഭത്തിന്റെ 20,000ത്തിന്റെ ഒരു ശതമാനം, എത്ര ശതമാനം ഉണ്ടെങ്കിൽ അത്രയും ശതമാനം നമുക്ക് എന്ത് അടക്കണം? ടാക്സ് നമ്മൾ അടയ്ക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ശരിയായിട്ട് ഡിപ്രീസിയേഷൻ കണക്കാക്കിയില്ലെങ്കിൽ ഈ പ്രോഫിറ്റ് ആക്ച്വൽ പ്രോഫിറ്റിനേക്കാളും കൂടുതലായിരിക്കും ബുക്ക് പ്രോഫിറ്റ്. ഇത് ബുക്ക് പ്രോഫിറ്റ് ആണ്. യഥാർത്ഥ ലാഭത്തിനേക്കാളും കൂടുതലായിരിക്കും നമ്മുടെ ബുക്കിൽ കാണിക്കുന്ന ലാഭം. കാരണം നമ്മളിവിടെ എന്ത് കണക്കാക്കില്ല? എല്ലാ എക്സ്പെൻസ് നമ്മളിവിടെ കാണിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ എഴുതി നമ്മളിപ്പോ ഒരു 3,000 രൂപയാണെന്ന് വെച്ചോളൂ. 3,000 പോയി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ലാഭം, യഥാർത്ഥ ലാഭം എത്രയേ വരത്തുള്ളൂ? 17,000, 17,000. അപ്പൊ ആ 17,000ത്തിന്റെ നികുതി അടച്ചാൽ മതി, ടാക്സ് നമുക്ക് അടച്ചാൽ മതി. അപ്പൊ ടാക്സിന്റെ അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിപ്രീസിയേഷൻ ഒരു ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. അപ്പൊ ടാക്സ് കണക്കാക്കുമ്പോൾ ഇതിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് ടാക്സബിൾ ഇൻകം കണക്കാക്കുമ്പോൾ, നികുതി അടയ്ക്കേണ്ട വരുമാനം കണക്കാക്കുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ ഒരു ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കും. അഥവാ നമ്മൾ അങ്ങനെ ഡിപ്രീസിയേഷൻ കണക്കാക്കിയില്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലാഭത്തിനേക്കാളും ബുക്കിൽ കാണിക്കുന്ന ലാഭത്തിന്റെ അളവ് കൂടുതലായിരിക്കും. അതനുസരിച്ച് നമുക്ക് കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടതായി വരും. സോ നമുക്ക് ടാക്സിന്റെ തുക കുറയ്ക്കണമെങ്കിൽ, നികുതിയുടെ വരുമാനം കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡിപ്രീസിയേഷൻ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യണം. ദെൻ മൂന്നാമത്തേത് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ, ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ. മൂന്നാമത്തേത് ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ. യഥാർത്ഥ സാമ്പത്തിക അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റ്സ് എത്ര, ലയബിലിറ്റീസ് എത്ര, ക്യാപിറ്റൽ എത്ര എന്ന് കൃത്യമായി കാണിച്ചാൽ മാത്രമേ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ അസറ്റ് അവിടെ കണക്കാക്കുമ്പോൾ അസറ്റിന്റെ വില നമ്മൾ വാങ്ങിയ തുക 50,000. എല്ലാ വർഷവും നമ്മൾ ഈ 50,000 തന്നെ അസറ്റിന്റെ വില കാണിക്കുകയാണെങ്കിൽ ശരിക്കും അസറ്റിന്റെ വില ഓരോ വർഷം കഴിയുന്നതോറും 50,000 തന്നെ കിട്ടുമോ നമുക്ക്? അല്ല, അസറ്റിന്റെ വില കുറഞ്ഞു വരികയാണ്. ഓരോ വർഷം കഴിയുന്നതോറും അസറ്റിന്റെ വില കുറഞ്ഞു വരികയാണ്. അതനുസരിച്ച് നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കി അസറ്റിന്റെ വില കൃത്യമായി രേഖപ്പെടുത്തിയില്ല എങ്കിൽ ആ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടതായി വരും. അപ്പൊ അവിടെ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് അസറ്റ്സിന് സംഭവിക്കുന്ന ഡിപ്രീസിയേഷൻ നമ്മൾ കണക്കാക്കുകയും അസറ്റിൽ നിന്ന് ആ തുക കുറയ്ക്കുകയും ചെയ്യണം. അതിനുശേഷം മാത്രമേ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റിന്റെ വില കാണിക്കാൻ പാടുള്ളൂ. ഓക്കെ, എന്താണ് ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ? സിൻസ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് ഫാൾസ് ഡ്യൂ ടു ഡിപ്രീസിയേഷൻ, നമുക്കറിയാം തേയ്മാനം കാരണം സ്ഥാപനത്തിന്റെ അസറ്റിന്റെ വില എന്താണ്? കുറഞ്ഞു വരണം. Fixed assets should be shown at their book value in the balance sheet to disclose the true position of the business. ബിസിനസിന്റെ ശരിയായ സാമ്പത്തിക അവസ്ഥ ഡിസ്ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റിന്റെ തുക എങ്ങനെയായിരിക്കണം? ഡിപ്രീസിയേഷൻ കഴിഞ്ഞുള്ള തുക ആയിരിക്കണം അവിടെ നൽകണം. അല്ല വാങ്ങിയ തുക തന്നെ എല്ലാ വർഷവും കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയായ ഫിനാൻഷ്യൽ പൊസിഷൻ ആവത്തില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റിന് സംഭവിക്കുന്ന ഡിപ്രീസിയേഷൻ ശരിയായി കണക്കാക്കുകയും അവ കൃത്യമായിട്ട് അസറ്റിൽ നിന്ന് കുറച്ച് വേണം. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ വാങ്ങിയപ്പോൾ 50,000, ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ തുക 40,000, ദാറ്റ് മീൻസ് 5,000 രൂപ ഡിപ്രീസിയേഷൻ സംഭവിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? 5,000 രൂപ കുറയ്ക്കണം. അപ്പോൾ അസറ്റിന്റെ ഇപ്പോഴത്തെ വില എത്രയാണ്? 45,000 എന്ന് വേണം നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ വേണ്ടി. എല്ലാ വർഷവും 50,000 തന്നെ കാണിച്ചുകൊണ്ടിരുന്നാൽ അത് ബിസിനസ് സ്ഥാപനത്തിന്റെ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ല. അപ്പൊ ശരിയായ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തിരിക്കണം. അടുത്തത് നമുക്ക് നോക്കാം. നാലാമത്തേത് ടു റീറ്റെയിൻ ഫണ്ട്സ് ഫോർ റീപ്ലേസ്മെന്റ്. നാലാമത്തേത് ടു റീറ്റെയിൻ. നമുക്ക് എന്ത് വേണം? ഈ ഫണ്ട് നമുക്കറിയാം ഓരോ വർഷവും 5,000 അങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ ഒരു 5-10 വർഷം 10 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ അസറ്റിന്റെ വില എന്തായി മാറും? 0 ആയി മാറും. അപ്പൊ നമുക്ക് ആ അസറ്റിന്റെ യൂസ്ഫുൾ ടൈം കഴിയും. അതിന് നമ്മൾ റീപ്ലേസ് ചെയ്യണം. നമുക്ക് പകരം പുതിയ അസറ്റ് വാങ്ങി വെക്കണം. പുതിയ അസറ്റ് വാങ്ങി വെക്കണമെങ്കിൽ നമ്മുടെ കൈവശം എന്തുണ്ടായിരിക്കണം? സഫീഷ്യന്റ് എമൗണ്ട് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം.
അപ്പൊ കൃത്യമായിട്ട് ഓരോ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുകയും ആ തുക നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കൃത്യമായിട്ട് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ തുക 10 വർഷം കഴിയുമ്പോഴേക്കും നമ്മളൊരു എമൗണ്ട് വരും. ആ തുക ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റീപ്ലേസ്മെന്റിന് ഫണ്ട് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ദാറ്റ് ഈസ് ദ ഫോർത്ത് വൺ, ടു റീറ്റെയിൻ ഫണ്ട് ഫോർ റീപ്ലേസ്മെന്റ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടി ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നു? ഫണ്ട് ഫോർ റീപ്ലേസ്മെന്റ്. റീപ്ലേസ്മെന്റ് ചെയ്യണം. നമുക്ക് പഴയ മെഷീൻ മാറ്റി പുതിയ മെഷീൻ വെക്കണം. നമുക്കറിയാം ചില ഒരു 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ പ്രയോജനം തീരും. അപ്പോഴേക്കും നമുക്ക് പുതിയ മെഷീൻസ് അല്ലെങ്കിൽ പുതിയ ഫർണിച്ചർ മാറ്റി വെക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൈവശം എമൗണ്ട് ഉണ്ടാവണം. അതിനുവേണ്ടി ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി കണക്കാക്കി തുക നമ്മൾ റീറ്റെയിൻ ചെയ്യുക, മാറ്റിയിടുക, ട്രാൻസ്ഫർ ചെയ്തിട്ടിരിക്കുക. എങ്കിൽ സമയമാകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യസമയത്ത് നമുക്ക് ഈ കൂട്ടിവെച്ചിരിക്കുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അസറ്റ് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇൻ ഓർഡർ ടു റീപ്ലേസ് ആൻ അസറ്റ് ആഫ്റ്റർ ഇറ്റ്സ് ലൈഫ് പീരിയഡ്, എവരി ഇയർ ആൻ എമൗണ്ട് ഈക്വൽ ടു ഡിപ്രീസിയേഷൻ ഈസ് റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ് ആൻഡ് വിൽ അക്യുമുലേറ്റ് ഇയർ ആഫ്റ്റർ ഇയർ. എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്രീസിയേഷന് തുല്യമായ ഒരു തുക നമ്മളിപ്പം ആദ്യത്തെ വർഷം 5000 ഡിപ്രീസിയേഷൻ, അപ്പൊ 5000 തുക നമ്മൾ മാറ്റിവിട്ടു. അങ്ങനെ 10 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ കൈവശം ഈ മെഷീനറിയുടെ വില 0 ആയി മാറുകയും നമ്മുടെ കൈവശം ഒരു 50,000 രൂപ നമ്മുടെ കൈവശം അക്യുമുലേറ്റ് ആവുകയും ചെയ്യും. ആ തുക ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വി ക്യാൻ റീപ്ലേസ് ദ അസറ്റ്. ഓക്കെ, ദെൻ അഞ്ചാമത്തേത് എന്തിനു വേണ്ടി നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്? ലാസ്റ്റ് വൺ, കംപ്ലൈൻസ് വിത്ത് ലോ. നിയമപ്രകാരം ഒരു പ്രൊവിഷനാണ്. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും എന്ത് ചെയ്തിരിക്കണം? അവരുടെ കമ്പനിയിലെ അസറ്റ്സിന്റെ ഡിപ്രീസിയേഷൻ കൃത്യമായി കണക്കാക്കി ചാർജ് ചെയ്തിരിക്കണം എന്നുള്ളത് ഒരു നിയമപ്രകാരമുള്ള എന്താണ് നോക്കാം. കംപ്ലൈൻസ് വിത്ത് ലോ അഞ്ചാമത്തേത്. എന്താണ് നിയമം പറയുന്നത്? അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട്, ഇറ്റ് ഈസ് ആൻ ഓബ്ലിഗേഷൻ ടു ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ടു പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഓൺ ദെയർ ഫിക്സഡ് അസറ്റ്സ്. എന്താ പറയുന്നത്? നിയമം നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം 1956 കമ്പനി നിയമപ്രകാരം എല്ലാ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന്റെയും ബാധ്യതയാണ് അവിടെ സ്ഥാപനത്തിലുള്ള ഫിക്സഡ് അസറ്റ്സിന് എന്ത് കൊടുക്കണം എന്നുള്ളത്? ഡിപ്രീസിയേഷൻ നൽകണം, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം എന്നുള്ളൊരു നിയമപ്രകാരമായ കാര്യമാണ്. അപ്പൊ ഇത്രയും റീസൺസ് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. ഒന്നാമത്തേത് ശരിയായ ചെലവും വരുമാനവും നമുക്ക് കണക്കാക്കാൻ വേണ്ടി, മാച്ചിങ് കോസ്റ്റ് ആൻഡ് റവന്യൂ. ദെൻ ടാക്സ് കണക്കാക്കുമ്പോൾ ശരിയായ ടാക്സ് നമുക്ക് കണക്കാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഡിപ്രീസിയേഷൻ കൃത്യമായി ചാർജ് ചെയ്തിരിക്കണം. ദെൻ ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ശരിയായി വെളിപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഡിപ്രീസിയേഷൻ ശരിയായി കണക്കാക്കണം. ദെൻ എന്താണ്? റീപ്ലേസ് ചെയ്യണം. നമ്മുടെ ബിസിനസ് സ്ഥാപന അസറ്റിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ, അതിന്റെ യൂസ്ഫുൾ ടൈം കഴിയുമ്പോഴേക്കും പുതിയ അസറ്റ് നമുക്ക് വാങ്ങണം, റീപ്ലേസ് ചെയ്യണം. അതിനുവേണ്ടി ആവശ്യമുള്ള ഫണ്ട് കരുതണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ കണക്കാക്കണം. ദെൻ നിയമപ്രകാരം ഒരു നടപടിയാണ് എല്ലാ കമ്പനികളും അവിടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഫിക്സഡ് അസറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം? ഫിക്സഡ് അസറ്റ്സിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരിക്കണം എന്നുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഡിപ്രീസിയേഷന്റെ തുക കണക്കാക്കേണ്ടത്? നമ്മൾ പറഞ്ഞു ഡിപ്രീസിയേഷന്റെ തുക കണക്കാക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവിടെ കരുതിയിരിക്കണം, ഏതൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഡിപ്രീസിയേഷന്റെ തുക കൃത്യമായി കണക്കാക്കേണ്ടത്? നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഡിപ്രീസിയേഷൻ തയ്യാറാക്കും അല്ലെങ്കിൽ ഡിപ്രീസിയേഷന്റെ തുക നമ്മൾ കണക്കാക്കുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. Factors affecting for depreciation. Okay. ഏതൊക്കെ ഘടകങ്ങളാണ് നമുക്ക് നോക്കാം. The amount of depreciation is calculated after giving due consideration of the following parameters. താഴെ പറയുന്ന ഘടകങ്ങൾ നമ്മൾ പരിഗണിച്ചതിന് ശേഷം മാത്രമേ ശരിയായ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ ഒന്നാമത്തേത് കോസ്റ്റ് ഓഫ് അസറ്റ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കോസ്റ്റ് ഓഫ് അസറ്റ്. അസറ്റിന് ചിലവായ തുക എന്ന് പറയുമ്പോൾ അതിന്റെ പർച്ചേസ് പ്രൈസ് മാത്രമല്ല. നമ്മളിപ്പോ ഒരു 50,000 രൂപ കൊടുത്ത് മെഷീനറി വാങ്ങിച്ചു എങ്കിൽ 50,000 രൂപ മാത്രമല്ല അതിന്റെ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. പർച്ചേസ് പ്രൈസ് പ്ലസ് ഓൾ എക്സ്പെൻസസ് ഓഫ് അക്വയറിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് ദി അസറ്റ്. അസറ്റ് വാങ്ങിയപ്പോൾ ചിലവായ തുക, പിന്നെ അവയെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ചിലവായ തുക, ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ചിലവായ തുക, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ആ അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അസറ്റായി മാറുന്നത്. എന്തൊക്കെയാണ്? പർച്ചേസ് പ്രൈസ് എന്താവണം? കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുമ്പോൾ
അത് വാങ്ങിയപ്പോൾ ഉണ്ടായ ചെലവ്, പർച്ചേസ് പ്രൈസ് പ്ലസ് ദെൻ ഇൻസ്റ്റലേഷൻ, നമുക്കത് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴേക്കും ഉണ്ടായ ചെലവ്, ഓക്കെ, ദെൻ അതിനെ ക്യാരി ചെയ്തപ്പോഴേക്കും ഉണ്ടായ ചെലവ്, ഇതെല്ലാം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയിക്കോട്ടെ, ദെൻ ഇൻസ്റ്റലേഷൻ ചാർജ് ആയിക്കോട്ടെ, പർച്ചേസ് പ്രൈസ്, ഇതെല്ലാം ചേർന്നതാണ് കോസ്റ്റ് ഓഫ് ദി അസറ്റ്. അല്ല നമ്മൾ വിചാരിക്കും വേറെ 50,000, ഇൻ കേസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 50,000 കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്രൈസ് മാത്രമാണ് തന്നിരിക്കുന്നത്, ഓക്കെ കുഴപ്പമില്ല. പക്ഷെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് തന്നിട്ടുണ്ട്, ഇൻസ്റ്റലേഷൻ ചാർജ് തന്നിട്ടുണ്ട്, ദെൻ ബ്രോക്കറേജ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അവ കൃത്യമായിട്ട് നമ്മൾ എന്തിനോട് ആഡ് ചെയ്തിരിക്കണം, പർച്ചേസ് പ്രൈസിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. ദെൻ രണ്ടാമത്തേത് എസ്റ്റിമേറ്റഡ് റെസിഡുവൽ വാല്യൂ. എന്താണ് റെസിഡുവൽ വാല്യൂ എന്ന് വെച്ചാൽ ആക്രി വില എന്ന് പറയുന്നത്, നമ്മൾ സ്ക്രാപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ എന്നൊക്കെ പറയും. നമ്മുടെ യൂസ്ഫുൾ ടൈം കഴിഞ്ഞതിന് ശേഷം ബിസിനസ് സ്ഥാപനത്തിന് വാങ്ങിയ അസറ്റിന്റെ ഉപയോഗം, അതിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവയെ വിൽക്കാൻ വേണ്ടി പോകും. അവയെ നമ്മൾ തിരിച്ച് വിൽക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന തുകയെ പറഞ്ഞ പേരാണ് റെസിഡുവൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ, ബ്രേക്കപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്താണ് അടുത്ത നമ്മൾ കണക്കാക്കേണ്ടത്? കോസ്റ്റ് ഓഫ് അസറ്റ് കഴിഞ്ഞാൽ എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡുവൽ വാല്യൂ. എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡുവൽ വാല്യൂ. എന്താണ് നെറ്റ് റെസിഡുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ? ദിസ് ഈസ് ദ വാല്യൂ വിച്ച് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി റിയലൈസ്ഡ് ഓൺ സെയിൽ ഓഫ് ദി അസറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അവയുടെ പ്രയോജനം അത് എത്ര വർഷത്തേക്കാണോ ഉപയോഗപ്പെട്ടത്, അതിനുശേഷം നമ്മൾ അവയെ വിൽപ്പന നടത്തുമ്പോഴേക്കും ഏകദേശം എത്ര രൂപ കിട്ടും നമുക്ക്, അതിന്റെ കാലാവധി പൂർത്തിയായതിനു ശേഷം വിൽപ്പന നടത്തുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന തുക എത്രയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ഈ റെസിഡുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ വേറെ പേരെന്താണ്? സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയും, ബ്രേക്കപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. അപ്പൊ ഡിസ്പോസൽ സമയത്ത് ഇവയെ നമ്മൾ വിറ്റഴിക്കുകയാണെങ്കിൽ, ലാസ്റ്റ് വിറ്റഴിക്കുകയാണെങ്കിൽ എത്ര രൂപ നമുക്ക് ഇവയെ കിട്ടും, ആ തുകയെ പറഞ്ഞ പേരാണ് ഈ നെറ്റ് റെസിഡുവൽ വാല്യൂ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് നമ്മൾ അതിനെ കുറയ്ക്കണം. ഓക്കെ, നമുക്ക് ശരിയായ ഡിപ്രിസിയേഷൻ കണക്കാക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഓർമ്മിച്ചിരിക്കുക, ആദ്യം നമുക്ക് പരിഗണിക്കേണ്ട ഘടകം കോസ്റ്റ് ഓഫ് ദി അസറ്റ്. അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? പർച്ചേസ് പ്രൈസ് വരുന്നുണ്ട്, ഇൻസ്റ്റലേഷൻ ചാർജ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ബ്രോക്കറേജോ കമ്മീഷനോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ ഇവിടെ ആഡ് ചെയ്തിരിക്കണം. ഇപ്പൊ രണ്ടെണ്ണം ആയി കഴിഞ്ഞു. മൂന്നാമത്തേത് ഡിപ്രീസിയബിൾ കോസ്റ്റ് എത്രയാണ് നോക്കുക. ഡിപ്രീസിയബിൾ കോസ്റ്റ് എന്താണ്? ഡിപ്രീസിയബിൾ കോസ്റ്റ് നോക്കുക. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്ടിങ് സ്ക്രാപ്പ് വാല്യൂ ഫ്രം ദി കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് മൂന്നാമത്തെ ഘടകം എത്രയേ ഉള്ളൂ? നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് നമ്മുടെ കോസ്റ്റ് ഓഫ് ദി അസറ്റിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ റെസിഡുവൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ നമ്മൾ കുറച്ചിരിക്കണം. ആ തുകയെ പറഞ്ഞതാണ് ഡിപ്രീഷിയബിൾ കോസ്റ്റ് നമ്മൾ അതിനെ പറയുന്നത്. ദെൻ നാലാമത്തത് നമുക്ക് വേണ്ടത് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. നമുക്ക് ഒരു അസറ്റ് വാങ്ങുമ്പോൾ നമുക്കറിയാം ഇതിന്റെ കാലാവധി. ഇപ്പൊ ഒരു അസറ്റ് വാങ്ങുമ്പോഴേക്കും ഇത് 10 വർഷം ഉപയോഗിക്കേണ്ടി വരും എങ്കിൽ അതാണ് യൂസ്ഫുൾ ലൈഫ്. ചില മെഷീൻസ് നമുക്ക് 5 വർഷമേ ഉപയോഗിക്കുന്നെങ്കിൽ എഫക്റ്റീവായിട്ട് ബിസിനസ് സ്ഥാപനത്തിൽ പ്രയോജനപ്പെടുത്തുന്ന വർഷങ്ങളെ പറഞ്ഞ പേരാണ് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. അത് നമ്മൾ നേരത്തെ കണക്കാക്കണം എങ്കിൽ അതനുസരിച്ചുള്ള നമുക്ക് ഡിപ്രീസിയേഷൻ കണക്കാക്കുകയും തുക നമുക്ക് മാറ്റിയിടേണ്ടത്. അപ്പൊ അത് നമ്മൾ കൃത്യമായി എത്ര വർഷമാണ് നമുക്ക് ഈ അസറ്റ് ബിസിനസ് സ്ഥാപനത്തിന് ലാഭകരമായി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക, ആ വർഷം എത്രയാണെന്ന് കൃത്യമായി കണക്കാക്കുക. അത് ചിലപ്പോ ഇയേഴ്സ് ആകാം, അവേഴ്സ് ആകാം, മന്ത് ആകാം, എന്താണെങ്കിലും അത് കൃത്യമായി നമ്മൾ അവയെ കണക്കാക്കി അതിന്റെ യൂണിറ്റ് എത്രയാണോ അത് കൃത്യമായി നമ്മൾ കണക്കാക്കിയിരിക്കണം. ഓക്കെ, the useful life it means the period for which assets can be effectively utilized. ശരിയായ കാര്യക്ഷമതയോടുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ബിസിനസ് സ്ഥാപനത്തിൽ ഈ അസറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് എത്ര വർഷമാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്, അതാണ് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റ്. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇത്രയുള്ള രണ്ടെണ്ണം. ഒന്നാമത്തേത് നീഡ് ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത് എന്തൊക്കെ ഘടകങ്ങളാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുമ്പോൾ പരിഗണിക്കേണ്ടത്. ഒന്നാമത്തേത് കോസ്റ്റ് ഓഫ് അസറ്റ്, അത് എപ്പോഴും മറക്കരുത്. കോസ്റ്റ് ഓഫ് അസറ്റ് കണക്കാക്കുമ്പോൾ പർച്ചേസ് പ്രൈസ് പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സെട്ര ഇത് ആഡ് ചെയ്യണം. ഇത് രണ്ടാമത്തേത് നമ്മുടെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞാൽ ഇത് വിൽപ്പന നടത്തുമ്പോൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടും എന്നുള്ള കാര്യം എസ്റ്റിമേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് റെസിഡുവൽ വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ എന്നൊക്കെ നമ്മൾ അതിനെ പറയുന്നു.
ദെൻ ഡിപ്രീഷ്യബിൾ കോസ്റ്റ് എന്താണ്? കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്ന് ഈ റെസിഡ്യൂവൽ വാല്യൂ കുറച്ച് കിട്ടുന്നത്, അതാണ് ഡിപ്രീഷ്യബിൾ കോസ്റ്റ്. ദ ലാസ്റ്റ് വൺ, എത്ര കാലമാണ് നമ്മൾ ഇവ ഉപയോഗിക്കുന്നത്, അതിന്റെ യൂസ്ഫുൾ ലൈഫ് എത്രയാണെന്നുള്ള കാര്യം, അത് ഇയേഴ്സ് ആയിക്കോട്ടെ, അത് ഏതാണോ യൂണിറ്റ് എന്നുള്ളത് അത് കൃത്യമായി കണക്കാക്കുക. ഇത് ഈ 4 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ സാധിക്കുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക, ആവശ്യമുള്ള നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.